ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 9-ാം അധ്യായത്തിലെ പ്രധാന വിഷയം അപ്പോസ്തലനായ പൗലോസിന്റെ മാനസാന്തരം അഥവാ ശൗലിന്റെ മാനസാന്തരം. 10-ാം അധ്യായത്തെക്കുറിച്ച് ചില ആളുകൾ പറയുന്നത് ഇത് അപ്പോസ്തലനായ പത്രോസിന്റെ മാനസാന്തരം എന്നാണ്. പത്രോസ് അപ്പോസ്തലനാണ്, യേശുവിൻ്റെ ശിഷ്യനായിരുന്നു, പെന്തക്കോസ്ത് നാളിൽ വലിയ പ്രസംഗം നടത്തിയ ആളാണ്, പല അത്ഭുതങ്ങളൊക്കെ ചെയ്ത ആളാണ്. അദ്ദേഹം ഇതുവരെ മാനസാന്തരപ്പെട്ടില്ലേ എന്നൊരു ചോദ്യം നമുക്ക് ഉണ്ടാകും. മാനസാന്തരം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാത്ത പാപികളായ ദൈവത്തെ അറിയാത്ത ആളുകൾക്ക് മാത്രമുള്ളതാണെന്നാണ് പലപ്പോഴും നമ്മൾ ധരിക്കുന്നത്. എന്നാൽ മാനസാന്തരം വിശ്വാസികൾക്കും ഉള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ പറയുന്ന 7 സഭകളുണ്ടല്ലോ, അതിൽ 5 സഭകളോടും, വിശ്വാസികളുള്ള 5 സഭകളോട് കർത്താവ് പറയുന്നത് മാനസാന്തരപ്പെടണമെന്നാണ്. അപ്പോൾ മാനസാന്തരം അവിശ്വാസികൾക്ക് മാത്രമല്ല, വിശ്വാസികൾക്ക് കൂടെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വിശ്വാസികൾക്ക് മാനസാന്തരപ്പെടാൻ വലിയ ബുദ്ധിമുട്ടുമാണ്. അത് നമുക്ക് ഈ 10-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. ഞാൻ അപ്പോസ്തല പ്രവൃത്തി 10-ന്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിക്കുക. കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നേലിയസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത്, എന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞ് 3 മണി, ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നേലിയോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുവനോട് കൂടെ പാർക്കുന്നു. അവൻ്റെ വീട് കടൽപ്പുറത്ത് ആകുന്നു എന്ന് പറഞ്ഞു. അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തൻ്റെ വേലക്കാരിൽ 2 പേരെയും തൻ്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായൊരു പടയാളിയെയും വിളിച്ച് സകലവും വിവരിച്ചു പറഞ്ഞു യോപ്പയിലേക്ക് അയച്ചു. കൊർന്നേലിയോസ് എന്ന് പേരുള്ളൊരു ശതാധിപനെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇയാൾ യഹൂദനല്ല. യഹൂദന്മാരുമായി യാതൊരു സംസർഗത്തിനും ഒരു സാധ്യതയുമില്ലാത്ത ഒരാളാണ് കൊർന്നേലിയോസ്. പത്രോസ് യോപ്പയിലുണ്ട്. അതാണ് 9-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം. യോപ്പയിൽ തോൽക്കൊല്ലനായ ശിമോൻ്റെ വീട്ടിൽ. അവരൊക്കെ യഹൂദന്മാരാണ്. എന്നാൽ കൊർന്നേലിയോസ് ഒരു യഹൂദനല്ല. മാത്രമല്ല, യഹൂദന്മാരെ ചൂഷണം ചെയ്യുകയും അവരെ അടിമകളാക്കി വെച്ചിരിക്കുകയും ചെയ്യുന്ന റോമൻ പട്ടാളത്തിലെ ഒരു ഓഫീസറാണ്. എന്ന് വെച്ചാൽ യഹൂദന്മാർക്ക് ഇങ്ങനെയുള്ള ആളുകളെ കാണുന്നത് തന്നെ വെറുപ്പാണ്. ഒന്നാമത് ജാതീയനാണ്, രണ്ടാമത് ഞങ്ങളെ അടക്കി ഭരിക്കുന്ന, ഞങ്ങളെ അടിമകളാക്കി വെച്ചിരിക്കുന്നവരാണ്. അപ്പോൾ ഇയാൾക്ക് യഹൂദന്മാരിൽ നിന്നും യാതൊരു നല്ല പെരുമാറ്റവും പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ ഈ കൊർന്നേലിയോസ് യഹൂദന്മാരുടെ ദൈവത്തെ അറിയുകയും ആ ദൈവത്തിൽ ഭക്തിയുള്ളവനും ആയിരുന്നു. ഒരു പക്ഷേ യഹൂദയിൽ എവിടെയെങ്കിലും തനിക്ക് പോസ്റ്റിംഗ് കിട്ടി വന്നപ്പോൾ യഹൂദന്മാരുടെ ദൈവത്തെക്കുറിച്ച് താൻ മനസ്സിലാക്കിയതായിരിക്കും. അദ്ദേഹത്തെക്കുറിച്ച് നാം വായിക്കുന്നത് ഭക്തനായിരുന്നു, ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. പല ഭക്തന്മാരും ഭക്തിയുടെ വേഷം ധരിക്കുന്നവരാണ്. അവർക്ക് ദൈവത്തെ ഭയമില്ല. നമുക്കത് ഈ കാലത്ത് നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിൻ്റെ പേരിൽ വലിയ ഭക്തി അഭിനയിക്കുന്ന ആളുകൾ
ദൈവത്തെ തന്നെ കൊള്ളയടിക്കാൻ മടിക്കാത്തവരാണ്. എന്നാൽ കൊർന്നേലിയോസ് അങ്ങനെ ഒരാളായിരുന്നില്ല. അദ്ദേഹം ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. അതുമാത്രമല്ല, തൻ്റെ ദൈവഭക്തി ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് വഴി താൻ വെളിപ്പെടുത്തുകയും ചെയ്തു. ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്ന ആളായിരുന്നു. മാത്രമല്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് 3 മണി സമയത്ത് തനിക്ക് ഒരു ദർശനമുണ്ടായി. ഈ ദർശനത്തിൽ ഒരു ദൈവദൂതൻ തനിക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ട ദൂതൻ കൊർന്നേലിയോസിനോട് പറയുന്നത്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. പല ആളുകളുടെയും പ്രാർത്ഥനയും അവരുടെ നല്ല പ്രവൃത്തികളുമൊക്കെ മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയാണ്. അത് മനുഷ്യരുടെ മുമ്പിൽ മാത്രമേ എത്തുകയുള്ളൂ. എന്നാൽ കൊർന്നേലിയോസിൻ്റെ കാര്യം അങ്ങനെയല്ല. ഇത് ദൈവം തന്നെ പറഞ്ഞിരിക്കുകയാണ്, ദൂതനെ അയച്ച് പറഞ്ഞിരിക്കുകയാണ്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ദൂതൻ കൊർന്നേലിയോസിനോട് പറഞ്ഞത്, നീ ശീമോൻ എന്ന് പേരുള്ള ഒരാളെ യോപ്പയിൽ നിന്ന് വരുത്തണം. അയാൾ വന്ന് നിന്നോട് പറയുന്ന കാര്യം നീ കേൾക്കണം, അതനുസരിക്കണം. സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതന് കൊർന്നേലിയോസിനോട് സുവിശേഷ സന്ദേശം പറയാമായിരുന്നു. സുവിശേഷം പറയാനൊരു ബുദ്ധിമുട്ടും ആ ദൂതനില്ലായിരുന്നു. എന്നാൽ ദൂതൻ അത് ചെയ്തില്ല. ഇതിൽ നിന്ന് നമുക്ക് വലിയൊരു പാഠം പഠിക്കാനുണ്ട്. സുവിശേഷം മറ്റുള്ളവരോട് പറയുക എന്നത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. അത് ദൂതനെയല്ല ഏൽപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്, സുവിശേഷം പറയുക എന്ന് പറയുന്നത് ഒരു സൂപ്പർ നാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതകരമായ ഒരു സംഭവത്തോടൊപ്പം നടക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ അത് വളരെ അപൂർവമായ ഒരു കാര്യമാണ്. അത് സാധാരണ സംഭവിക്കാറില്ല. ദൈവം ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച, സുവിശേഷം വിശ്വസിച്ച ആളുകൾ ആ സന്ദേശം മറ്റുള്ളവരോട് പറയണം എന്നാണ്. അവരത് കേട്ട് അത് വിശ്വസിക്കണം. ഇത്ര നന്നായി ജീവിച്ച കൊർന്നേലിയസ്, അദ്ദേഹത്തിന് പോലും തൻ്റെ പ്രാർത്ഥന കൊണ്ടോ തൻ്റെ ധർമ്മം കൊണ്ടോ ജനത്തിന് ഉപകാരം ചെയ്തതുകൊണ്ടോ ഒന്നും സുവിശേഷം വിശ്വസിച്ച് ദൈവ പൈതലായി തീരുവാൻ കഴിയുകയില്ല. ഇന്ന് അനേക ആളുകൾ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം വീമ്പടിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദൈവം എന്നെ അംഗീകരിക്കും, ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല, ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്യുന്നില്ല, എൻ്റെ മനസാക്ഷിക്കനുസരിച്ച് മാത്രമേ ജീവിക്കുന്നുള്ളൂ. ഇതൊക്കെ പറയുന്നവർ കൊർന്നേലിയസിനെ കുറിച്ചൊന്ന് ചിന്തിക്കണം. കൊർന്നേലിയസിൻ്റെ സ്റ്റാൻഡേർഡിന് അടുത്തങ്ങ് എത്തുന്ന ആളുകളെ സാധാരണ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ആ കൊർന്നേലിയോസിനോട് ദൂതൻ പറഞ്ഞു, നീ പത്രോസിനെ വരുത്തി പത്രോസ് പറയുന്ന സന്ദേശം കേൾക്കണം, അത് വിശ്വസിക്കണം. അപ്പം സുവിശേഷം പറയുക എന്നുള്ളത് ശിഷ്യന്മാരുടെ ഉത്തരവാദിത്തമാണ്. സുവിശേഷം കേട്ട് അനുസരിക്കുക എന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അത് ഒരു അത്ഭുത പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിലെ ഒരു ദൂതൻ വന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് എന്നൊരിക്കലും ചിന്തിക്കരുത്. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.